നമ്മുടെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറേ ദിവസമായി. എന്നിരുന്നാലും എൻ്റെ ഗാലറിയിൽ ഞാനിങ്ങനെ നോക്കിയപ്പം ക്രിസ്മസിന് ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പം എടുത്ത കുറച്ച് വീഡിയോസ് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തിനാണ് ഡിലീറ്റ് ചെയ്യണത്, ഇത് എവിടെയെങ്കിലും എനിക്കത് ഡിലീറ്റ് ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അത് അവിടെ കിടക്കുമല്ലോ സേവായിട്ട്. അപ്പം എൻ്റെ മെമ്മറിയും പോവില്ല എന്ന് എനിക്ക് കാണണം തോന്നുമ്പോൾ കാണുകയും ചെയ്യാം. പിന്നെ അത് തന്നെയുമല്ല, ഇത്രയും ഡെക്കോർ ഐറ്റംസ് ഒന്നും ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇനി അത് കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണുകയാണെങ്കിൽ അവർക്ക് ഹാപ്പി ആയാലോ. ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാം കുറേയൊക്കെ ഒരുവിധം കളർ തീമിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റെഡ് കളറിലുള്ള ബോൾസ് അതെല്ലാതും ഒരു സൈഡിൽ, അങ്ങനെ ഗ്രീൻ, വൈറ്റ്, അങ്ങനെ ഇന്ന കളർ തീമിലുള്ളത്. പിന്നെ ഒരുവിധം കുറേ ഐറ്റംസും ഇപ്പോൾ കളർ തീമിലുള്ളതും അവിടെയുണ്ട്. പിന്നെ ഈ ബെൽസിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ ഉണ്ട്. എനിക്കിതിൻ്റെ ഒന്നും പേര് കറക്റ്റായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല. പക്ഷേ നമുക്കിതെല്ലാം കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വാങ്ങിക്കാൻ തോന്നും. പല റേറ്റിലും ഉണ്ട്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഇതിൽ ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് B&Mയിലത്തെയാണ്. പിന്നെ ലാസ്റ്റ് പോർഷൻസൊക്കെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഹോം ബാർഗെയിൻസിൽ നിന്നും. ഇത് രണ്ടും എനിക്ക് ഇവിടെ വന്നിട്ട് നല്ല അഫോർഡബിളായിട്ട് വീട്ടിലേക്ക് ഹോം ഐറ്റംസ് അഫോർഡബിളായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ പോയതാണ്. ഞാനും കുറച്ച് ഐറ്റംസ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തായിരുന്നു. ഇതൊക്കെ കണ്ടുകഴിഞ്ഞു 35 ബോൾസ് വെറും 8 പൗണ്ട് ഉള്ളൂ. അത് എനിക്ക് അത്യാവശ്യം നല്ലതായിട്ടാണ് തോന്നിയത് കേട്ടോ. ഞാൻ പണ്ട് ഇതുപോലെ തന്നെ ഒരു പ്രാവശ്യം മേടിച്ചത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം ഇതൊക്കെ നമുക്ക് അങ്ങനെ വൺ ടൈം യൂസ് ഒന്നുമല്ലല്ലോ, നമുക്ക് അത്യാവശ്യം പിന്നെയും റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് അല്ലേ. അപ്പം ഈ റേറ്റിനും നല്ലതാണ്, അന്ന് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇതെടുക്കണോ അതെടുക്കണോ അങ്ങനെ ഭയങ്കര ഡൗട്ടായിരിക്കും. ഇവിടെ വന്നിട്ട് പിന്നെ നമ്മൾ നാട്ടിൽ ക്രിസ്മസിന് ക്രിബ് ഉണ്ടാക്കുന്ന പോലെ ഇവിടെ എല്ലാ വീട്ടിലും ഒരു ക്രിബ് ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ലേ. പക്ഷേ അവർ അതിന് വേണ്ടിയിട്ട് അതിന് പകരമായിട്ട് ഇവർ ഈ ക്രിസ്മസ് വണ്ടർലാൻഡ് ആ ഒരു തീമിൽ ഇങ്ങനെ നമ്മൾ മേടിച്ച ഓരോ ഐറ്റംസ് വയ്ക്കുമ്പോൾ ഇതിൽ നമ്മൾ കാണുന്ന ക്രിസ്മസ് പാപ്പ, പിന്നെ ട്രീസ്, അങ്ങനെ ഓരോ ഐറ്റംസ് മേടിച്ചിട്ട് ഒരു മിനി വണ്ടർലാൻഡാണ് ഇവർ വീട്ടിലുണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഒരു നേറ്റിവിറ്റി സെറ്റ് കണ്ടായിരുന്നു. 10 പൗണ്ട്സ് ആയിരുന്നു. നമ്മുടെ നാട്ടിലെ രൂപങ്ങളുടെ ഭംഗിയൊന്നും എനിക്കതിന് തോന്നിയില്ല. എന്നിരുന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം എന്നൊരു സെറ്റപ്പായിരുന്നു. എൻ്റെ അമ്മയൊന്നും കണ്ടവിടുന്ന് പോരില്ലായിരുന്നു. ഇവിടെ തുടങ്ങി എടുത്തിരിക്കുന്ന വീഡിയോ ഞങ്ങൾ ഹോം ബാർഗെയിൻസിൽ എടുത്ത വീഡിയോ ആണ്. കുറേ ഐറ്റംസ് സിമിലർ പ്രൈസായിരുന്നു. ചില ഐറ്റംസിന് ഇവിടെ വില കൂടുതൽ അവിടെ വില കുറവ്. ഒരു 10-20 പെൻസൊക്കെ ഡിഫറൻസ് എനിക്ക് തോന്നിയുള്ളൂ. ഒരുപാട് ഐറ്റംസ് കാണുമ്പം ചിലതൊക്കെ എനിക്ക് പേരൊന്നും അറിയില്ല. ചിലതൊക്കെ ഞാൻ വിചാരിക്കും ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഇതൊക്കെ എവിടെ ഇടാനാ, ട്രീന് ഇടാനാണോ അതോ ജസ്റ്റ് വെറുതെ ഒരു ഹാങ്ങിങ് ആയിട്ട് ഇടാനാണോ അറിഞ്ഞൂടാ. എന്നിരുന്നാലും അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ബോളിൻ്റെ കളറൊക്കെ എനിക്ക് വളരെ വെറൈറ്റി ആയിട്ട് തോന്നി. മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു കളറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമായി.
കാണാൻ എന്ത് ഭംഗിയല്ല കാണാൻ. ട്രീയുടെ ഷേപ്പിലൊക്കെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ ഇങ്ങനെ കിളിക്കുന്ന കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. ഹാങ്ങിങ്സ് എല്ലാം മൊത്തത്തിൽ കൊള്ളാട്ടോ. എല്ലാ കളറിലുള്ള സാൻഡേയും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ കളറിലുള്ള സാൻഡാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിച്ചത് അതിൻ്റെ ഡ്രസ്സ് ഇപ്പോൾ ബ്ലൂ, റെഡ്, വൈറ്റ്. അപ്പം നമുക്ക് ഏത് ഇഷ്ടപ്പെട്ട അതൊക്കെ എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം ഇത് കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോയേട്ടോ. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. Bye.